നമ്മുടെ സമയമായിട്ടുണ്ട് കേട്ടോ. അതാ വന്നപ്പോൾ നല്ല വെളിച്ചെടുത്തതാ. എങ്ങനെയുണ്ട്? സെറ്റാക്കി വെച്ചു ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ് ഞാനും ഗായത്രി റെഡി ആയിട്ട് നിൽക്കട്ടെ. ഇന്ന് നമ്മുടെ ഒരു ചെറിയൊരു ഡ്രീം ഇന്ന് സഫലമാകാനായിട്ട് പോവുകയാണ്. നമ്മൾ രണ്ടും ഇന്ന് ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. ഗായത്രി ഫുൾ റെഡിയായി ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് അയച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് കൊണ്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ പോകണം. അപ്പം എന്തിനാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറി പോകുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്ലൈറ്റിൽ കയറി നേരെ ബാംഗ്ലൂർ പോകാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മളെ കൊണ്ടുപോകാൻ വണ്ടിയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ പോട്ടാ ഓക്കെ. അപ്പം ഒരു ചെറിയൊരു ആഗ്രഹം അപ്പം ഇന്ന് സഫലമാകാനായിട്ട് പോവുകയാണ് കേട്ടോ. നമുക്ക് അപ്പം കാർ കയറിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് വിടാം. കൊണ്ടുപോകാനുള്ള കാർ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ പേരെന്തായിരുന്നു? കുട്ടപ്പൻ. അപ്പൊ കുട്ടപ്പൻ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഓക്കെ. അമ്മയൊക്കെ നമ്മളെ ഗൾഫിൽ വിടുന്ന ആരും മട്ടിലേക്കാണ് കേട്ടോ. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതുകൊണ്ട് ആരും മട്ടിലേക്കാണ് വിടുന്ന. ചേട്ടാ വെള്ളമൊക്കെ കുടിച്ചായിരുന്നോ? കഴിച്ചല്ലേ? ഓക്കെ. അപ്പം നമുക്കിനി എയർപോർട്ട് എത്തിയിട്ട് കാണാം അല്ലേ? അപ്പം നമ്മളിതാ എയർപോർട്ടിൻ്റെ എൻട്രൻസിലോട്ട് കയറിയിട്ടുണ്ട്. എയർപോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും നാളെ ഇപ്പോൾ എയർപോർട്ട് കാണാനേ പറ്റിയിട്ടുള്ളൂ. ഓരോ ആൾക്കാർ പോകുന്നത് വരുന്നതിന് ആ സമയത്തൊക്കെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ സമയമായിട്ടുണ്ട് കേട്ടോ. അതാ വന്നപ്പോൾ നല്ല വെളിച്ചെടുത്തതാ. രാത്രിയായി. അപ്പോൾ ഗൈസ് ഇതാ അപ്പോൾ നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് കയറി പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. കയറിയതാ ഫ്ലൈറ്റിൻ്റെ അകത്തോട്ടാണ് അപ്പോൾ കയറി പോകുന്നത് കേട്ടോ. അതാ ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഈ കാണുന്നത് കേട്ടോ. ഗായത്രി ഹാപ്പി അല്ലേ? ഡാൻസാ ഹാപ്പിയാണോ? ഹാപ്പിയാണോ? പിന്നെ അല്ല, നീ പവർ കൊണ്ടിരി. ഓണല്ലേന്ന് ഫ്ലൈറ്റുകാരൻ വന്ന് ചോദിക്കും. അതാ നിൽക്കുന്ന ആ ഒരു സ്ഥലങ്ങളാട്ടോ. നമ്മൾ എയർപോർട്ടിന്റെ പുറം ഭാഗം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊക്കെ നമ്മളപ്പോൾ കാണാനായിട്ട് പോവുകയാണ്. ഗായത്രി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓക്കെ. അയ്യോ ഒന്ന് തൊട്ടടി ഗായത്രി. സൈഡിൽ പോയി തൊട്ടോന്ന് വേണമെങ്കിൽ. ഈശ്വരാ വിൻഡോ സൈഡ് ആയിരിക്കണേ. ഇതിൻ്റെ അത് കയറുമ്പോൾ ഫ്ലൈറ്റിൻ്റെ ആകുവാണെന്ന് തോന്നുന്നില്ല. ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആകാണ് ഇരിക്കുന്നല്ലേ. പുറത്തുനിന്ന് കാണുന്ന ഒരു ഇതേ ഉള്ളൂ കേട്ടോ. അകത്ത് കയറുമ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ അകത്തേക്ക് നിനക്ക് തോന്നത്തുള്ളു. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവിടെ. के ऊपर से through an overwing exit. Inflate the life jacket of the wing. Use nearest ground or tampering with or removal of the life jacket without authorization is prohibited. ഇവിടുന്ന് ചെയ്യുന്നു പറഞ്ഞിട്ട് അവളിൽ നോക്കിക്കൊണ്ടിരിക്കണേട്ടാ. ഭയങ്കര സന്തോഷത്തിലാണ് അവള്. ആ ഒരു സന്തോഷം കാണാൻ തന്നെ ഭയങ്കര ഭംഗി. നോക്കിക്കൊണ്ടിരിക്കണ അവള്. പൊട്ടൻ സീറ്റ് ഇത്രയും സ്പീഡ് ഉണ്ടായിരുന്നില്ലേ? നേരത്തെ പമ്മി പോകണല്ലേ സ്പീഡ്. നമുക്ക് കഴിക്കാനും കുടിക്കാനൊക്കെ മാംഗോയുടെ ജ്യൂസും അതെടുത്തത് ക്യാഷ് ഉണ്ടല്ലേ. കഴിക്കാനായിട്ട് മാംഗോ ജ്യൂസാണ് കേട്ടോ എടുത്തേക്കുന്ന. ഓക്കെ താങ്ക് യു. യെസ് എങ്ങനെയുണ്ട്? റോഡ് അത് റോഡാണ്. പാമ്പുകളൊക്കെ പോയേക്കുന്നുണ്ട്. നമ്മൾ വന്ന ഫ്ലൈറ്റ് ആണ് കേട്ടോ അത്. അപ്പോൾ എന്താ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മൾ ഈ ഒരു ബസ്സിൽ കയറി നമ്മൾ എയർപോർട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. അപ്പം മുസമ്മിലും ഏജയും കൂടെ അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അവരെ ഇറങ്ങിയിട്ടില്ല. അവരെ ഇറങ്ങിയിട്ട് അടുത്ത ഫ്ലൈറ്റിൽ പോവാം അല്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങാമേ എന്താ എക്സ്പീരിയൻസ് പറയടി? ആണല്ലേ? ചുറ്റിനും ഒരുപാട് ഫ്ലൈറ്റ് കിടക്കുകയാണ് അങ്ങോട്ട്. ഗായത്രി ആദ്യമായിട്ടാണ്, ഗായത്രി മാത്രമല്ല ഞാനും ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് ഫ്ലൈറ്റ് നേരിട്ട് കാണുന്നത് കേട്ടോ. നോക്കി എൻ്റെ അമ്മോ പട്ടുകൂറ്റം പ്ലെയിൻ. പോവാം. നമ്മളെ കൊണ്ടുപോകാനുള്ള ബസ് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ കയറി നമുക്കിനി എയർപോർട്ടിലേക്ക് പോവാം. ബാംഗ്ലൂർ എയർപോർട്ടാണ് കേട്ടോ ഈ കാണുന്ന. വിശാലമായിട്ട് കിടക്കുകയാണ്. വ്യത്യാസം നോക്കിയാലേ ട്രിവാൻഡ്രം ബാംഗ്ലൂർ ഭയങ്കര വിശാലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. അടിപൊളി. ഇതിൻ്റെ ഒരു 20% മാത്രമേ നമ്മൾ നടക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഒരുപാട് ചുറ്റി കിടക്കാനായിട്ടുണ്ട്. എല്ലായിടത്തും നമ്മൾ പോകാം. നേരെ ഇവിടുത്തെ എക്സിറ്റ് അടിച്ചിട്ട് നമ്മളാണ് ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. നേരെ കാറിൽ പോയി നേരെ റൂട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഓക്കെ. പുറത്തേക്കുള്ള വഴി എത്താറായിട്ടുണ്ട് കേട്ടോ. മുകളിലോട്ടൊക്കെ നോക്കി പൊളി. എങ്ങനെയുണ്ട് ഗായത്രി?
അടിപൊളി അടിപൊളി. അപ്പോൾ അവള് പുറത്തേക്ക് ഇറങ്ങിയാണ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അവിടെ നിന്ന് നേരെ കാറിൽ കയറിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു 22 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്ന റൂമുള്ളത് അപ്പോൾ 22 കിലോമീറ്റർ നമുക്ക് ഇനി കാറിലാണ് അടുത്ത ട്രാവലിങ് ഫുള്ള് കറങ്ങുന്നതിന്. അവർ ബേക്കിൽ നിന്ന് അടുത്ത കാറിൽ വരുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളോട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഫുഡ് കഴിക്കുന്നതും റൂമിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ എല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു. അപ്പോൾ നമ്മളിതാ റൂം എത്തിയിട്ടുണ്ട് 5 സ്റ്റാർ ഹോട്ടലാണ്. 1 ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ സൈൻ ഇട്ടല്ലോ ബ്രോ. ഇവിടുത്തെ ഓരോ ഗെയിംസിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അയ്യോ ഒരു പേരെന്തോ മറന്നുപോയി. അവിടെയൊക്കെ ഒരുപാട് ഗെയിംസ് കളിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് ഒന്ന് റൂമിൻ്റെ അകത്ത് കയറിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇറങ്ങാം. എന്നിട്ട് ഫുള്ള് നമുക്ക് കറങ്ങി നടത്തുമ്പോൾ കാണാൻ പറ്റാം. അവിടെയൊക്കെ ലൈവായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പോയി നമുക്ക് കഴിക്കാം. ഇതൊക്കെ ഉണ്ട് കാരണം ബിയർ ലിക്കർ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. സീൻ നമ്മൾ അടിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നതാണ്. അപ്പോൾ നമ്മളിതാ നേരെ ഫുഡിങ് സെക്ഷനിൽ എടുത്തിട്ടുണ്ട്. 10:30 ഇവിടെ ക്ലോസ് ആവും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിക്കണം. അപ്പം അതിനുള്ള പരിപാടിയാണ് അതായത് ഇവിടെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളൊക്കെ ആകാൻ നോക്കി ഫുൾ വെജിറ്റേറിയൻ ആണ് ഈ ഭാഗത്തൊക്കെ ഫുള്ള് ചെയ്താൽ. ഇങ്ങോട്ടൊക്കെ നമുക്ക് നോൺ വെജ് ആയിട്ടുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട്. നോൺ വെജ് ഇല്ലേ, ഇത് ഫുള്ള് വെജിറ്റേറിയൻ തന്നെയാടാ. ഇങ്ങോട്ടൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ഫുള്ള് എടുക്കാം. ഒരു റൗണ്ട് ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഇവിടെയും വെജിറ്റേറിയൻ തന്നെയല്ലോ മാറി. അതാ നോൺ വെജ് ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് എന്നാലും ഫുഡ് ഒരു രക്ഷയില്ല. അത്തപ്പൂക്കളം കണക്കിരിക്കുക എല്ലാവരെയും പ്ലേറ്റ് നോക്കി. ഇതൊക്കെ എന്താടി പൂച്ചടിക്കാം അവക്കൂല അറിയാൻ വയ്യ. അതാണ് 10:30 വരെ ഫുഡിൻ്റെ സെക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ സാധനവും വാരിപ്പറക്കി ഇട്ടേക്കാം. എല്ലാം തീർക്കണം. റൂമിലോട്ട് വന്നു ഗായ്സ്. അപ്പം ഇതാണ് നമ്മുടെ റൂം. യുദ്ധത്തിൽ പേടിപ്പിക്കാനായിട്ട് ചാര തൂങ്ങിയിരിക്കണമെന്ന് പേടിയായ ഇത് തുറന്നിറക്കണ അവർക്ക് ഫുൾ പേടിയാ ഞാൻ ഉണ്ട് അനുഭവം. അയ്യോ ആരാ കിടക്കണ ഇത്തിരി ഇതെന്തൊരു 2 ബെഡ്റൂം മാറ്റിയിട്ടേക്കടാ. അടിപൊളി റൂമുകളാ സെറ്റാണല്ലോ. AC റൂമാണ്. കിട്ടുന്ന റൂം അത്രയ്ക്ക് മനോഹരം എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും കൊള്ളാം. അത്രയേ ഉള്ളൂ. TV, AC, ഫ്രിഡ്ജ് എല്ലാം ഉണ്ട് എല്ലാ സംവിധാനവും ഉണ്ട്. ഓക്കെ അപ്പം ലഗേജ് ഒക്കെ ഒന്ന് ഇറക്കിയിട്ട് താഴെ പോയി കുറെ ഗെയിംസ് ഒക്കെ കളിക്കണം അതാണ് പരിപാടി. അപ്പോൾ എന്തായാലും അടിപൊളി ഡേ ആയിരുന്നല്ലേ. വളരെ വലിയൊരു ഡ്രീമാണ്. അപ്പം ഇന്ന് സമരമായത് ഗായത്രിയും കൊണ്ട് ഇപ്പം ഫ്ലൈറ്റിലേക്ക് കയറി നമ്മൾ അടിച്ച് പൊളിച്ച് ഫുഡടിയും എല്ലാം കഴിഞ്ഞ് സെറ്റ്. അപ്പം ഇനി കുറച്ച് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെസ്സ് കളിച്ചോണ്ടിരിക്കാനാ. വല്ലാത്ത ടൈപ്പായിട്ട് ചെസ്സാണ്. നമ്മൾ ഓരോ കരുകളും എടുത്ത് വെക്കി മാറ്റാണ് വെയിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു മെറ്റീരിയൽ വെച്ചാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനും ഗായത്രിയും കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വൈറ്റ്, അവൾ ബ്ലാക്കുമാണ്. അവൾ പെട്ട് നിൽക്കുകയാണ്. അവളെ കുതിര അവിടെ ട്രാപ്പായിട്ട് നിൽക്കുകയാണ് ഏതൊരു രക്ഷിക്കണമെന്ന് അറിയാൻ വയ്യ അവൾക്ക്. കളിച്ചോ ഗൈസ്. അപ്പോൾ ഇന്നലത്തെ പരിപാടി അപ്പോൾ അടിപൊളിയായിരുന്നു. ഇത് പിറ്റേ ദിവസമാണ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. ഇന്നാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ഏകദേശമൊക്കെ അറിഞ്ഞ് കാണുമായിരിക്കില്ല. ഇൻസ്റ്റാ സ്റ്റോറി കാരണം എല്ലാവരും ഏകദേശമൊക്കെ അറിഞ്ഞാണ്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് പരിപാടിയിലോട്ട് പോവാം. നേരെ ഇപ്പോൾ വെളുത്തുള്ളൂ. സമയം രാവിലെ 7 മണി ആയിട്ടുള്ളൂ വെളുത്ത് വരുന്നതേ ഉള്ളൂ. രാവിലെ എല്ലാം അപ്പോൾ പോകണം എങ്കിലേ നമുക്ക് കറക്റ്റ് പരിപാടിയും കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഹെൽമെറ്റ് ഒക്കെ എടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ എന്തായാലും ഒരു ബൈക്ക് റിലേറ്റഡ് ആണെന്നൊക്കെ എന്തായാലും മനസ്സിലാക്കി കാണുമായിരിക്കും അല്ലേ. അപ്പോൾ പോവാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ് ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. മുട്ട പുഴുങ്ങിയത്, ഇതൊക്കെ അങ്ങനെ വെറൈറ്റി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ജ്യൂസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അതൊക്കെ. അപ്പോൾ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച ഒരു 5 സ്റ്റാർ ഹോട്ടൽ അപ്പോൾ രാവിലെ അവിടെ ചെക്കൗട്ട് ആയപ്പം കൊണ്ടുപോകാനായിട്ട് അടുത്ത ടാക്സി വന്നിട്ടുണ്ട്. ചേട്ടാ ഉങ്ക പേരെന്നാ? വേണു ചേട്ടനാണ്. അപ്പം നമ്മളെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് പൾസർ NS 200. അപ്പം ഏകദേശം ഇപ്പോൾ ധാരണ ആയില്ലേ നമ്മൾ എവിടെയാണ് എത്തിയിട്ടുള്ളതെന്ന്. ഈ കാണുന്ന ട്രാക്കാണ് അപ്പം ഈ ട്രാക്കിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ചിട്ട് അതിൻ്റെ ഒരു കിട്ടിയ വീഡിയോസ് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്ന് ജസ്റ്റ് നമ്മളെല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഓക്കെ. നമ്മളെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് NS 200. അതുപോലെ തന്നെ 160 ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ് USD 4K എല്ലാം അട്ടാറ് ലുക്കിലേക്ക് മാറ്റി വെച്ചേക്കാണ്. അപ്പം ഫുൾ വ്ലോഗ് കമ്മിങ് സൂൺ. അപ്പം അടുത്ത വീഡിയോ ആരും മിസ് ചെയ്യില്ല ഒരു
ഒരുപാട് നാളായി റിവ്യൂ വീഡിയോ കിട്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ട്രാക്കിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതാ അപ്പം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇതെല്ലാം നമ്മൾ ട്രാക്കിൽ കൂടെ ഓട്ടിക്കുന്നതെല്ലാം കൂടെ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ 200 ഇതാ വൈറ്റ്, അതിൻ്റെ വൈറ്റ് കളറാണ് ഞാൻ എടുത്തത്. അപ്പം വൈറ്റും ബ്ലാക്കും കളർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി നൈസായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആരും മറക്കല് വീഡിയോ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ട്രാക്കിലെ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞത് പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ NS 160 ആണ് കേട്ടോ കൈ ഇരിക്കുന്നത്. അപ്പോൾ ഞാനും കാര്യത്തിന് ബേക്കിൽ സിമ്മിലും അജിംഷയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് എവിടെയെങ്കിലും നല്ല സ്പോട്ടൊക്കെ ഉണ്ടാകുന്ന പോകണം, കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം. ആ പരിപാടിക്കായിട്ട് നമ്മൾ പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് പോവുകയാണ്. നോക്കട്ടെ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തുള്ളൊരു മാള്, നമ്മൾ ആ ട്രാക്കിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ. ഇത് മാളിൻ്റെ പേരെന്താ പറയുക? ബലേരോ അറിയത്തില്ല, പക്ഷെ വെലേരി എന്താ ജെട്ടിയുടെ പേരൊക്കെ പറയണേ. അപ്പോൾ അതാ ഇത് കിട്ടുന്ന മാള് തന്നെ കേട്ടോ. വന്ന് കയറിയിരിക്കുന്ന മാള് നോക്കിയേ, ഒരു പൊട്ടുകൂറ്റം മാൾ. അപ്പോൾ ഇവിടെ കയറി ഇനി രാത്രി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. നോക്കട്ടെ. ഒരുപാട് കിട്ടിലാൻ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ മാളിൽ. ഫുൾ ലേഡീസിനാണെന്നേ ഉള്ളൂ. എനിക്ക് ഹാൻഡ് ബാഗും ഒക്കെ എല്ലാം തിളങ്ങുന്ന ഐറ്റങ്ങൾ കേട്ടോ. ലേഡീസിന് മാത്രം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കയറിയതാണ്. ബാഗ് എടുത്ത് നോക്കിയാണ്, പക്ഷെ ഇതൊന്നും വാങ്ങത്തില്ല, ചുമ്മയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞതാ ഇറങ്ങിയിട്ട് അപ്പം ഒരു ദിവസം നമ്മളിവിടെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വരാം. അതുവരെയും